വിജയം മഹത്തരമാണ്. ഇത് രാഷ്ട്രീയമായ വിജയമാണ്. സംസ്ഥാനത്തെ ഗവൺമെന്റിനോടുള്ള അതിശക്തമായ അമർഷവും പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കപ്പെട്ടിട്ടുണ്ട്. സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം, അമർഷം ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കാൻ പ്രതിപക്ഷം അതിന്റേതായ റോൾ വഹിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ ചാരിതാർത്ഥ്യത്തോടുകൂടി ഓർക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ ദുഷ്ചെയ്തികളെല്ലാം ജനങ്ങളുടെ മുന്നിൽ അക്കമിട്ട് നിരത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നായി കാണുകയാണ്. ഈ വിജയം മഹത്തരമാണ് എന്ന് ഞാൻ പറയാൻ കാര്യം, 4 സ്ഥാനാർത്ഥികൾക്ക് 2 ലക്ഷം കഴിഞ്ഞു ഭൂരിപക്ഷം. 9 സ്ഥാനാർത്ഥികൾ 1 ലക്ഷം വോട്ട് കഴിഞ്ഞിരിക്കുക, ഭൂരിപക്ഷം കഴിഞ്ഞിരിക്കുക. ഇനി പിന്നെ 2 പേര്, ഒരാൾ 80,000 കഴിഞ്ഞു, ഒരാൾ 90,000 കഴിഞ്ഞു. വളരെ മികച്ച ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത് എന്നുള്ളതും ഈ വിജയത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുക. ദേശീയ തലത്തിലും ഒരു ആശ്വാസകരമായ കാര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ അതിശക്തമായ തിരിച്ചുവരവാണ്, നല്ല തിരിച്ചുവരവാണ്. ഇവിടെ പ്രീ പോളിലും പോളിന് ശേഷമുള്ള സർവേയിലുമെല്ലാം ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. BJP നേതൃത്വത്തിലുള്ള ഈ സംഘപരിവാർ നേതൃത്വത്തെ മുഴുവൻ വറപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ ഇന്ത്യ മുന്നണി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. കോൺഗ്രസ് അതിന്റെ ഉജ്ജ്വലമായ വിജയം നേടി, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിന്റെ ഇരട്ടി സീറ്റുകൾ നേടി, 100-ലധികം സീറ്റുകൾ നേടി ശ്രദ്ധേയമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും കാവലാളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും എന്ന് ഇന്ത്യയിലെ ജനങ്ങളോട് ഞങ്ങൾ വാക്കുപറയുകയാണ്. കേരളത്തിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് രാജ്യത്തെ ജനങ്ങളോടും ഈ അധികമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത, തെറ്റുകൾ ചെയ്തു കൂട്ടിയ ഈ സംഘപരിവാർ ഗവൺമെന്റിനെ ഉറപ്പിച്ചുകൊണ്ട് അവര് 3-2 ഭൂരിപക്ഷം പ്രവചിച്ചിട്ടും 400 സീറ്റിലധികം കിട്ടുമെന്നും പ്രവചിച്ചിട്ടും താൽക്കാലികമായ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി അവരിപ്പോഴും കിതയ്ക്കുന്ന കാഴ്ചയാണ് ദേശീയ തലത്തിൽ കാണുന്നത്. അതുകൊണ്ട് ജനാധിപത്യ അവകാശങ്ങളെ നിലനിർത്താൻ, മതേതര നിലപാടിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു അധികപ്പറ്റ് ചെയ്യാനും, ഒരു അക്രമം ചെയ്യാനും, ഒരു അനീതി ചെയ്യാനും ഈ സംഘപരിവാർ ഗവൺമെന്റിനെ അനുവദിക്കാതെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾ ഒരുമിച്ച് ചേരുന്ന വലിയ കാഴ്ച കൂടിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.